ദാക്ഷായണി ആരാന്ന് അറിയാന്നല്ലേ ചേട്ടൻ പറഞ്ഞ്. എന്റെ ഒരു അന്വേഷണത്തില് അവരിപ്പോ ജീവിച്ചിരിപ്പില്ല. എടാ കുക്കി നോക്കിയേ, ഇതാ ചേച്ചിയല്ലേ ചേട്ടാ? അവൾക്കുള്ള കല്യാണാലോചനയാണോ? അത്രയും പറഞ്ഞിട്ട് മനസ്സിലായില്ല. മട ഒരു തട്ടിപ്പ് കേസാണ് പൊട്ടന്മാരെ. ചേട്ടാ അവന്റെ പേര് ജാക്സൺ എന്നൊന്നും അല്ലല്ലോ അല്ലേ? അയ്യോ സഡി അവൻ ഒന്നെങ്കിൽ ഞാൻ അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലായോ? എന്നാ ജിന്നേട്ടനെ എവിടെയെങ്കിലും പൊക്കമുണ്ട്. എന്റെ 5 സ്റ്റാർ ഹോട്ടലിൽ ഇന്ന് ഞാൻ നിങ്ങൾക്ക് 7 കോഴ്സ് ഡിന്നർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഭൂവിയായിട്ട് കുളവാക്കും ഞാൻ ചോദിക്കട്ടെ. എന്നിട്ട് വേണം അയാൾ നിന്നെ വെട്ടി ഇവിടുത്തെ ഷെഫിന് കറിയിക്കാൻ കൊടുക്കാൻ. എന്നെ പട്ടടയിലോട്ട് എടുക്കാനുള്ള എന്തോന്ന് വരുന്നുണ്ട്. അതിന് ഇവ നാളെ പുറത്ത് വരുമെന്ന് എന്റെ ഡൗട്ട്. അണ്ടന്മാരി ഇത് ഞാൻ കോളാക്കി കൈ കൊടുക്കും. കുട്ടിത്തെ വാങ്ങെത്തി ബാമനെ ബാ. എത്ര കാലായി ജിന്നേട്ടന്റെ കൂടെ കിടന്നിട്ട്? വേഗം ഉറങ്ങാം. ഉറങ്ങാന്നോ? അവന്മാര് സുഖിപ്പിച്ചതാന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി പോലും ഇങ്ങോർക്കില്ലേ? നീ എന്താടാ പ്രതിമ ഒഴിഞ്ഞ കണക്ക് നിൽക്കുന്നേ? കിടക്കണ്ടേ മോനെ? കിടക്കണം. അല്ല ജിന്നേട്ടന് എന്നോടൊന്നും ചോദിക്കാനില്ലേ? അപ്പൊ എന്റെ മുന്നാര മോൻ അറിയാ ഞാൻ എന്തോ ചോദിക്കാനാ നിന്നെ വിളിപ്പിച്ചെന്നല്ലേ? ഏറെക്കുറെ. അപ്പൊ പറ കുക്കി, എന്നെ എന്ത് ചെയ്യാനാണ് ആ പന്നികളുടെ അടുത്ത പ്ലാൻ? അത് പിന്നെ ജിന്നേട്ടാ പറ കുക്കി. ഈ ടോൺ ഞാൻ എവിടെയോ ക്ഷമ പരീക്ഷിക്കാതെ വേഗം പറ കുക്കി. പേടിപ്പിക്കണ്ട, ഞാൻ പറയാൻ തന്നെയാ വന്നേ. എന്നാ വേഗം തുടങ്ങിക്കും. അതായത് സൂര്യനേട്ടൻ പോയി കഴിഞ്ഞ് ജിന്നേട്ടന് ആമയുടെ കോള് വന്ന സമയം. അപ്പൊ ഞാൻ സംസാരിക്കാൻ വേണ്ടി റൂമിൽ പോയി. ആ സമയത്ത് തെയ്യറിനോട് അതിഭീകരമായൊരു ഡിസ്കഷൻ തുടങ്ങി. ഒന്ന് ഷോർട്ടാക്കി പറയൂ. എന്നാ പിന്നെ അങ്ങനെ പറയാം. അതെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ ഇങ്ങനെയൊക്കെ ഇരുന്നാ മതിയോ? വേണ്ട, എന്നാ പിന്നെ ഇങ്ങനെ ഇരുന്നാലോ? ഇത് മതിയോ തെയ്യേട്ട? അല്ല പിന്നെ അല്ലെങ്കിലും തലതിരിഞ്ഞവന്മാർക്ക് പറ്റിയ ബോസ് അത് തന്നെയാ. എന്താടാ പുതിയ വല്ല കുഴി കണ്ടുവച്ചിട്ടുണ്ടോ ഞങ്ങളെ കൊണ്ടിട്ട് മൂടാൻ? നിങ്ങൾ എന്നെ ഒരു ദുരന്തനായിട്ട് കാണുന്നതുകൊണ്ടായി പ്രശ്നമൊക്കെ. അല്ലാതെ നീ ശരിക്കും ഒരു ദുരന്തനായോണ്ടല്ല. എന്താ തൊലിക്കെട്ടി. ഇപ്രാവശ്യം ആരും ആ ചെക്കനെ കുറ്റം പറയണ്ട. അവൻ മര്യാദക്ക് പറഞ്ഞതാ വെയിറ്റ് ചെയ്യാന്ന്. ഇപ്പൊ തെയ്യേട്ടന്റെ സൈഡായ. അല്ല അവൻ പറഞ്ഞാലും കാര്യമില്ല, നമ്മൾ ഇത്ര ആക്രാന്തം കാണിക്കാൻ പാടില്ല. അതല്ലേ ബുദ്ധിയുള്ളവർക്ക് കാര്യം മനസ്സിലാവും. അതല്ലേ എനിക്ക് മനസ്സിലായി. ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയാതിരുന്നൂടെ? ഇതൊക്കെ മറന്ന് മുന്നോട്ട് പോയാലല്ലേ നമുക്ക് ലൈഫ് സ്മൂത്ത് ആക്കാൻ പറ്റൂ. എന്നാ അതിനുള്ള ഒരു സൂപ്പർ ഡൂപ്പർ ഐഡിയ ആണ് എന്റെ കയ്യിലുള്ളത്. എന്നാ ഒരു അവസരം കൊടുക്കാലേ. ഒരു മിനിറ്റ്, ഞാനൊരു നോട്ട്ബുക്ക് ഒന്ന് എടുത്തോട്ടെ. ഇത് നിന്നെ സ്കൂളിൽ പഠിപ്പിച്ചതാ? ഫുൾ സെറ്റപ്പ് ആണല്ലോടാ. ഇത് ഞാൻ റിവാർഡ് കിട്ടിയപ്പോഴേ കുറിച്ച് വെച്ചതാ. പിന്നെ ജിന്നേട്ടന്റെയും തല്ല് കിട്ടണ്ടല്ലോ എന്നോർത്ത് പറയാതിരുന്നേ ഉള്ളൂ. അപ്പൊ തല്ല് കിട്ടുന്ന ഉറപ്പാല്ലേ? ഏതാണ്ട്. പക്ഷെ എനിക്ക് ശുഭാപ്തി വിശ്വാസമുണ്ട്. എന്തോ തല്ലിപ്പൊളി ഐഡിയ എന്ന് ഉറപ്പായി. ശീലായോണ്ട് കുഴപ്പമില്ല. എന്റെ ഐഡിയ എന്താന്ന് വെച്ചാ റിവാർഡിന് നമ്മൾ ഓരോരുത്തരുടെയും ഷെയർ ഒരു സ്റ്റാർട്ടപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് വേണം 8 നില പൊട്ടി പാളീസാവാൻ. പോപ്പുലർ ഐഡിയ. നിങ്ങൾ കൂടെ ഉള്ളതുകൊണ്ട് ഞാനത് മുൻകൂട്ടി കാണുന്നുണ്ട്. പക്ഷെ നല്ല പ്ലാനിങ് കൂടെ ചെയ്താൽ ഇത് സക്സസ് ആക്കാൻ പറ്റില്ലേ? ഈ പ്ലാനിങ് എന്നുള്ള ഭാഗം ഒന്ന് ഒഴിവാക്കാൻ പറ്റും. അതിന് പുള്ളി വേറെ ക്ഷമിക്കണം. അല്ല ജീവനി കൊതിയുള്ളതുകൊണ്ടാണ്. എനിക്കതൊക്കെ പണ്ടേ പോയി. ഈ പ്ലാനിങ് ഒക്കെ സെക്കൻഡറി അല്ലേ. അതിനു മുമ്പ് സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ നമ്മൾ കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ടാക്കണം. അത്രേ ഉള്ളൂ. നാളെ മാർക്കറ്റിൽ പോകുമ്പോൾ ഞാനൊരു 2 കിലോ വാങ്ങാം. അത് മതിയാവോടാ? നിന്നെ പോലുള്ള ബ്ലഡി ഫുൾസിനോട് ബിസിനസ് ഐഡിയ പറയാമെന്ന് എന്നെ പിടിച്ചടിക്കാൻ ആളില്ലാഞ്ഞിട്ട്. അല്ല ഈ എക്സ്പീരിയൻസ് മോൻ എങ്ങനെ ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത്? അതാണ് സ്റ്റെപ്പ് 1. നമ്മളെല്ലാവരും ജോലിക്ക് പോകുന്നു. എന്താ എല്ലാരും ഇങ്ങനെ നോക്കണേ? അല്ല മൊത്തം എത്ര കിട്ടി നിനക്ക്? എന്തിന്? ഞങ്ങളെ കൊണ്ട് പണിയെടുപ്പിക്കാൻ ചിന്നേട്ടനെ കൊട്ടേഷൻ വാങ്ങി വന്നേക്കോ. ഏജ് പോടാ. അതന്നെ, എന്നെ കൊണ്ടൊന്നും പറ്റില്ല പണിയെടുക്കാൻ. ഈ ഐഡിയ 8 ആക്കി മടക്കി അങ്ങോട്ട് പോക്കറ്റിൽ കൊണ്ട് വെച്ചു കൊടുക്കും. ചേടാ ഞാനിതിന്റെ സ്റ്റെപ്പ് 2 ഒന്ന് വായിക്കട്ടെ. നീ ഇത് ഇവിടെ വെച്ച് നിർത്തിയില്ലെങ്കിൽ നിന്നെ ഞാൻ സ്റ്റെപ്പ് തള്ളിയിട്ട് പോലും. പണിയെടുക്കണം പോലും. എന്റെ പ്ലാൻ മുഴുവനൊന്ന് കേട്ടിട്ട് പോരെ വയലൻസ്. എന്നാ ഒന്ന് വേഗം പറ, എനിക്ക് യൂജിനെ വിളിക്കാൻ പോണം. ഓക്കെ, ഇനി ഞാൻ പറയാൻ പോകുന്നത് ജിന്നേട്ടനെ പറ്റി നിങ്ങൾക്ക് ആർക്കും അറിയാത്ത ചില രഹസ്യങ്ങളാ. ജിന്നേട്ടന് ഞാൻ അറിയാത്ത ഒരു രഹസ്യമില്ല. ഏട്ടൻ വെറുതെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ നോക്കാം. അതെ, ഇത്രയും കാലമൊന്നും നമ്മുടെ ഒളിപ്പിച്ചു വെക്കാനുള്ള ബുദ്ധി പുള്ളിക്കില്ല. ഓഹോ, എന്നാ നിങ്ങൾ തന്നെ പറ, ജിന്നേട്ടന്റെ സാലറി എത്രയാ? അങ്ങനെ ചോദിച്ചാ എന്തേ അറിയില്ലേ? സാലറി ഒക്കെ എന്തിനാ അറിയണേ? മാസം ചെലവിനായിരുന്നില്ലേ? അതുപോലെ. ശരി, പുള്ളി എവിടെ വർക്ക് ചെയ്യുന്നതെന്നെങ്കിലും അറിയാം. അത് പറഞ്ഞ പോലെ അത് ശരിയാണല്ലോ. അല്ല ഇതൊക്കെ നിനക്കറിയാവോ? ഇതൊന്നും അറിയാതെ ഞാൻ ഇവിടെ വന്നിരിക്കുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഞങ്ങൾക്കാർക്കും അറിയാത്ത കാര്യം നീ എങ്ങനെ കണ്ടുപിടിച്ചു? വെരി സിമ്പിൾ, നിങ്ങൾ ഉപയോഗിക്കാത്തത് ഞാൻ ഉപയോഗിച്ചു. അത് ശരി, അപ്പൊ തെയ്യത്തിനാണല്ലേ ഞാൻ ഇതുവരെ ഉപയോഗിക്കാത്ത എന്റെ പുതിയ ബനിയനെടുത്ത് യൂസ് ചെയ്തേ. കണ്ട മണ്ടത്തരം പറയാതെ നോക്കി. അവനും ഇവിടുത്തെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ് ഫുഡ് കഴിച്ച കാര്യമല്ലായിരിക്കും പറഞ്ഞു. പക്ഷെ അത് ഉപയോഗിച്ചോണ്ട് ഇതെങ്ങനെ കണ്ടുപിടിക്കും? അവൻ ഉദ്ദേശിച്ചത് ബുദ്ധിയാ. നിങ്ങളൊന്ന് നിർത്താവൻ പറയട്ടെ. ഇപ്പൊ മനസ്സിലായില്ലേ നിങ്ങളെങ്ങനെ ജിന്നേട്ടൻ പറ്റിച്ചേന്ന്? നീ പറയടാ. നിങ്ങൾ ആരെങ്കിലും ഗൂഗിളിൽ പാരഡൈസ് മോൾ എന്നൊന്ന് അടിച്ചു നോക്കിക്കും. അപ്പൊ ഒരാളുടെ ഫോട്ടോ വരുന്നു. മോൾ
അപവാദം പറഞ്ഞ മൂക്കിടിച്ച് വരത്തു കാണിക്കാം. എനിക്ക് പറയാൻ പാടില്ലേ? എന്നെ പ്രാന്ത് പിടിപ്പിക്കാതെ അടിച്ചു നോക്കടാ ചീളിച്ചെക്ക. അവീതം ഗൂഗിൾ ചെയ്യേണ്ട ഗതികേട് ആർക്കും എടുത്തരുതേ ദൈവമേ. കണ്ട കണ്ട, ഇത് ഞാനും ജെമിനേറ്റിന് ഓസിന് AC കൊള്ളാൻ പോകുന്ന ലക്ഷറി മോളല്ലേ? നീ അതിന്റെ ഓണർ ആരാന്ന് വായിക്കടാ. ഇയാളെ എന്റെ അങ്കിളിന്റെ പോലെ ഉണ്ടല്ലോ. അതേ പേരും താമരാക്ഷം പിള്ള. എടാ ദോഷിയത് നിന്റെ അങ്കിള് തന്നെയാ ജിന്നേട്ടന്റെ അച്ഛൻ. ഇപ്പൊ എങ്ങനെ ഇരിക്കണോ? ജിന്നേട്ടൻ നമ്മളെയൊക്കെ തേച്ചൊട്ടിക്ക് വരണം. ഇത് വല്ലാത്ത ചതിയായി പോയല്ലോ. ഇത്രയും കാലം തിന്ന കറിവേപ്പിലേക്ക് പോലും അയച്ച് കണക്ക് പറഞ്ഞിട്ടുണ്ട്. എന്റെ 148 അയക്കുമെന്ന് ഇപ്പൊ പഴയ പോലെ വർക്ക് ചെയ്യണില്ല എന്ന് തോന്നണം. എന്റെ തലയിൽ ബ്രെയിൻ ഉണ്ടോന്ന് വരെ എനിക്കിപ്പോ ഡൗട്ടാ. സോ ജിന്നേട്ടൻ ഈസ് റിച്ച്? നോ, ഹിസ് ഫാദർ ഈസ് റിച്ച്. പക്ഷെ നമുക്ക് അതിന് ധാരാളം മതി. എക്സാക്ട്ലി ഇത് മുതലെടുക്കാനാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. യു മീൻ ഈ അവസരം മുതലെടുത്ത് നമ്മൾ ജിന്നേട്ടന്റെ മുകളിൽ കയറി പണിയെടുത്ത് എക്സ്പീരിയൻസ് ഉണ്ടാക്കുന്നു? ഇപ്പോഴാണ് നിങ്ങൾ എന്റെ ചേട്ടനായത്. ഐഡിയ ഒക്കെ കൊള്ളാൻ ചേട്ടാ, പക്ഷെ ഇതിലൊരു പ്രശ്നം ഉണ്ടല്ലോ. എന്താടാ? ഇതങ്ങോട്ട് പിടിച്ചേ. എന്താ പ്രശ്നം? ഇതിന്റെ സ്റ്റെപ്പ് 3 എന്താ? കുക്കിയെ നൈസായിട്ട് ഒഴിവാക്കണമെന്ന് എഴുതിയേക്കുന്നത്. അത് കണ്ട. അപ്പൊ അത് നിനക്ക് കോളേജിൽ പോകണ്ടേ? അതുകൊണ്ടാണ് കൂട്ട. എന്നെ ഒഴിവാക്കാനുള്ള ഐഡിയ ഒക്കെ കൊള്ളാം, പക്ഷെ ഞാനില്ലാതെ ഒരു കാര്യം ഇവിടെ നടത്താൻ ഞാൻ സമ്മതിക്കില്ല. അല്ലട കുക്കി മോനെ, തെയ് പറഞ്ഞാലും കാര്യമുണ്ട്. എന്ത് കാര്യം? അല്ല, അടുത്ത മാസം നിനക്ക് ഫൈനൽ എക്സാം ആണ്. പോരാത്തിന് എടുത്താ പൊങ്ങാത്തത്ര സപ്ലിയും. അതുകൊണ്ട് നീ എങ്ങനെ അടപടലം പൊട്ടിയാ അത് ഞങ്ങളുടെ തലയിലിട്ട് നീ മുങ്ങും. നിങ്ങൾക്ക് അത്ര പേടിയാണെങ്കിൽ ജോലി തരണ്ട. മാസം മാസം സാലറി മാത്രം കറക്റ്റായിട്ട് തന്നാ മതി. നീ ആദ്യം പരീക്ഷ പാസ്സായിട്ട് വാ, എന്നിട്ട് തീരുമാനിക്കാൻ സ്റ്റെപ്പ് 3 തിരുത്തണോ വേണ്ടയോ. അതൊക്കെ ഏത് കാലത്ത് നടക്കാനാ? ഒറ്റ വഴിയുള്ളൂ, കൂടെ നിന്ന് ഒറ്റണം. കാണിച്ചു തരാ കുക്കി ആരാന്ന്. തോന്നണോ അതെന്റെ തന്തയുടെയാണെന്ന് നിനക്ക് വാ തുറന്ന് പറയാൻ മേലാവോ? ഞാനവിടെ വർക്ക് ചെയ്തോണ്ടെന്ന് ചോദിച്ചാൽ ആ മാളുമായിട്ട് എനിക്ക് യാതൊരു ബന്ധമില്ല. അതെനിക്ക് അപ്പഴേ തോന്നി. അതല്ലേ ചിന്നോട് എന്നെ ഇതൊക്കെ വന്ന് ഞാൻ വിളമ്പി അപ്പഴേ തോന്നി. സ്വന്തം കമ്പനിയിൽ എന്തിനാ പൈസ എന്നും പറഞ്ഞുകൊണ്ട് നക്കാപ്പിച്ച ശമ്പളം പട്ടിപ്പണിയാണ് എന്നെ കൊണ്ടെടുപ്പിക്കുന്നത്, അറിയാവോളോ? അയ്യോ പാവം. പക്ഷെ ഇതൊന്നും അവന്മാർ വിശ്വസിക്കില്ല. ജിന്നേട്ടന്റെ സർപ്പ തക്കിയിട്ട് അവന്മാരടങ്ങുള്ളൂ. അത് ഉറപ്പല്ലേ? നാളെ മുതൽ അവന്മാരെന്നെ ഒരു ATM ആക്കും. അത് കണ്ടോ? അങ്ങനെയല്ലേ ഐഡിയ പറ. ഞാൻ എന്ത് ചെയ്യാനാ? നാളെ എല്ലാം കൂടെ കുറ്റി പറിച്ചുകൊണ്ട് വരും എന്റെ കുറ്റി തെറിപ്പിക്കാൻ. നിന്റെ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഐഡിയ ഒക്കെ ഉണ്ട്. ജിന്നേട്ടന് ഇതൊരു അവസരമായിട്ട് എടുത്ത് അവർക്കൊരു പണി കൊടുത്തോടെ. അതെങ്ങനെ? അത് കുക്കി ശരിയാക്കി തരാം. പക്ഷെ ജിന്നേട്ടന് എന്റെ കൂടെ നിൽക്കാം. അതൊക്കെ നിൽക്കാം, പക്ഷെ എനിക്കൊരു കണ്ടീഷൻ ഉണ്ട്. നീ ചെയ്യേണ്ടത് എന്താ? പറയാൻ വാ. കേറി വാടാ. ഇതെന്താ അടുക്കളയില്? നീ ആ ടേബിളിലോട്ടൊന്ന് നോക്കിയേ. നിനക്ക് ഇഷ്ടമുള്ള എല്ലാം ഉണ്ട്. ഇതില് വിഷമെല്ലാം ചേർത്തുണ്ടോ? പതിയില്ലാത്ത സ്നേഹം കണ്ടോണ്ട് ചോദിച്ചതാ. ഞാൻ അങ്ങനെ ചെയ്യോ? പറയാൻ പറ്റില്ല. ചീറ്റോസ്, കുർക്കുറെ, ബനാന മിൽക്കില്ലേ? കണ്ണു തുറന്ന് നോക്കടാ. ബനാന മിൽക്കിന്റെ കമനീയ ലോകം. ഇതൊക്കെ പിന്നല്ലാതെ കണ്ടീഷൻ ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഇതൊക്കെ തന്നെ എന്നെ സ്നേഹിക്കാനാണ്. ഞാൻ അറിഞ്ഞില്ല ചിന്നേട്ടാ. ഒരു ബനാന മിൽക്ക് കുടിച്ചിട്ട് എത്ര കാലായി? നിക്ക് നിക്ക് നിക്ക്, ബാക്കി പിന്നെ കുടിക്കാം. ഇപ്പൊ തന്നെ ഞാൻ ഇവിടെ കൊണ്ടുവന്നത് ഒരു സത്യം ചെയ്യിക്കാൻ. സത്യം ചെയ്യാനാ? അതെ, നീ ഇതങ്ങോട്ട് പിടിച്ചേ. ഇതെന്തോന്ന് മാറണോ? അതായത് രമണ, നിന്റെ രജിസ്റ്ററി വെച്ച് നീ എന്നൊക്കെ കൂടെ നിൽക്കാന്ന് പറഞ്ഞിട്ടുണ്ടോ? അതൊക്കെ ഒരു ചതിയായിരുന്നു. എണ്ണീട്ടും തീരാത്തത്രയും ചതി. അതുകൊണ്ട് നിന്റെ ബനാന മിൽക്ക് തൊട്ട് ആ കണ്ടീഷൻസ് വായിച്ച് നീ സത്യം ചെയ്യണം. പന്തം കണ്ട് പേരിച്ചായിട്ട് പോലെ നിൽക്കാ. സത്യം ചെയ്യടാ അങ്ങോട്ട്. ഇല്ല, ഇങ്ങനെ സത്യം ചെയ്യാൻ എനിക്ക് പറ്റില്ല. വേണ്ട, നിന്നെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിച്ചോളാം. പറയടാ അങ്ങോട്ട്. എന്നുയിരണ്ണനക്ക് ബനാന മിൽക്ക് വെച്ച് സത്യം ചെയ്യടാ. ബനാന മിൽക്കാണ് സത്യം. ഇത്രയും മതി. ഇനി നീ ഐഡിയ എന്താന്ന് വെച്ചാ പറഞ്ഞു. എനിക്ക് എന്തിന്റെ കേടായിരുന്നു കുക്കീനെ ഒരു ജീമ്പൂമ്പാക്കി മാറ്റി പണ്ണക്കളവൻ. ഇത്ര നേരമായിട്ട് ഒറ്റെണ്ണം എണീറ്റിട്ടില്ലേ? ജിന്നേട്ടൻ എല്ലാത്തിനെയും രാത്രി തല്ലി കൊന്നു. ഞാൻ എണീറ്റുണ്ട്. കുക്കിയുടെ ഡെഡ് ബോഡി വല്ലതും കിട്ടിയോടാ? അതിന് ജിന്നേട്ടന് കുക്കി നേരെ എണീറ്റിട്ട് കൊല്ലാന്ന് തോന്നണേ. അത് ചെയ്യല്ലേ? ജിന്നേട്ടൻ എല്ലാം സമ്മതിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ രാത്രി ഇവിടെ ഒരു ഭൂകമ്പം ഉണ്ടാവേണ്ടതാ. ഇതെന്താ ഹോബിയേട്ടന്റെ പബ്ലിക് കുളിച്ചീനോ? നീ എണീറ്റ? അല്ല, ഹോബിയേട്ടനെന്താ ഇവിടെ നിന്ന് കുളിക്കണേ? അല്ല, ജിന്നേട്ടൻ കുളിപ്പിച്ചെടുത്തതിന് മുമ്പ് ഒന്ന് കുളിക്കാന്ന് വിചാരിച്ചു. അല്ല, നീ കുളിക്കണില്ലേ? ഇന്ന് കുളിക്കാനുള്ള മൂടില്ല. അതിന് നിനക്കെന്നാ കുളിക്കാനുള്ള മൂടുണ്ടായിട്ടുള്ളത്? ബാക്കിയുള്ളവരോട് ടെൻഷനായിട്ട് കൈയും കാര്യം നിറയ്ക്കുവോ? ഈ ടെൻഷന്റെ ഇടയ്ക്ക് ഇങ്ങോർക്ക് എങ്ങനെ നീന്തി തുടിക്കാൻ പറ്റില്ല? പിന്നെ ഈ ചൂടത്ത് അടുപ്പി കയറി ഇരിക്കാൻ പറ്റുമോ? നിങ്ങൾ വെറുതെ ടെൻഷൻ അടിക്കാതെ. കുക്കിയല്ലേ പോയേക്കുന്നോ? എനിക്കറിയില്ല. പിന്നെ ആർക്കാണ് അറിയുന്നേ? എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് എന്തോ ഒരു സൗണ്ട്.
ഓടിക്കോ, കുക്കീനെ ചിന്നേട്ടനെ അടിച്ചു കൊന്നോന്ന് തോന്നുന്നു. ഐഡിയ പറ എന്ന് പറഞ്ഞിട്ട് ഉറങ്ങാൻ വിട്ടിട്ടില്ല അങ്ങോട്ട്. എങ്ങുമില്ലാത്തൊരു സത്യം ചെയ്യിപ്പിക്കലും ആര് ഇടിച്ചു പിഴിഞ്ഞൊരു എഞ്ചിനീയറാക്കും. വെറുതെ താമരമാനെ ഇറക്കി വിട്ട് ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാൽ ഇത് തന്നെയാണല്ലോ അവസ്ഥ. ഇതേത് ചെരുപ്പ്? ഇത് ചിന്നേട്ടന്റെ ആണല്ലോ. ചിന്നേട്ടന്റെ എവിടെ? എടാ കുക്കി, നേരം എടുത്ത് പറഞ്ഞില്ലേ എന്നെ എന്റെ റൂമിലോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യടാ. നിനക്കെന്ന് പറഞ്ഞപ്പോ ഇത്രയും പ്രതീക്ഷിച്ചില്ല. എന്തൊരു വെയിറ്റ്, അയാൾക്ക് ഒറ്റയ്ക്ക് നടന്നൂടെ? എടാ നിന്റെ കുതിച്ചു പോകണ ബെഡ് എന്റെ ഇട്ടിട്ട് എന്റെ നീ എടുത്ത് എക്സ്ചേഞ്ച് ചെയ്തു. എന്തിനാ ബെഡ് മാത്രാക്കണേ? കട്ടില് തരാം. എടാ കുക്കി, ചിന്നേട്ടൻ എന്തോ വയ്യ. അയാൾക്ക് എന്ത് വയ്യായിക? എല്ലാം എന്റെ തലയിലെടുത്തെന്ന് പറഞ്ഞു. ചിന്നേട്ടാ ചത്തട്ടില്ലടാ. ചേട്ടന് കുക്കി എന്തെങ്കിലും ചെയ്താ? ചേട്ടനെ എല്ലാരെയും വിളിച്ച് ഹോളിൽ പോയിരിക്കും. ചിന്നേട്ടന് നിങ്ങളെല്ലാരോടും സംസാരിക്കണം. നീ ചിന്നേട്ടനോട് എന്താ പറഞ്ഞേ? എല്ലാം കിട്ടേണ്ടത് വാങ്ങുകയും ചെയ്തു. തലയിരിക്കുമ്പോ വാലാടണ്ട കേട്ടോടാ. ചിന്നേട്ടൻ പിന്നെ ഇവനോട് വർഷക്കണക്ക് പറഞ്ഞു. എടാ ചിന്നേട്ടൻ ഭയങ്കര ശാന്തനായിട്ടാണല്ലോ ഇരിക്കുന്നത്. ശാന്തനാണോ പ്രാന്തനാണോ എന്നൊക്കെ കുറച്ച് കഴിയും പറയാൻ. നീ മിണ്ടാതിരിക്കും. 5-10 മിനിറ്റായി ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. ഈ മൂകനാടകത്തിന് ഒരു അവസാനം ഇല്ലേ? ജിന്നേട്ടൻ പറയും, നിങ്ങൾ കേൾക്കും. അല്ലാതെ ഇവിടെ ആരും മിണ്ടരുത്. അതിന് ജിന്നേട്ടനൊന്നും പറയുന്നില്ലല്ലോ. എത്ര നേരം എന്ന് വെച്ചാ ഇങ്ങനെ വിശന്നിരിക്കുന്നേ? അടങ്ങടാ നീ. സംസാരിക്കാൻ തന്നെ എല്ലാത്തിനും ഇവിടെ ഇരിക്കേക്കണേ. ജിന്നേട്ടനോട് ക്ഷമിക്കാൻ ഞങ്ങൾ അറിയും. എന്തിന്? ഇത്രയും വലിയ പണക്കാരനായിട്ട് അത് ഒളിപ്പിച്ചിട്ട് ഞങ്ങളെ പറ്റിച്ചില്ലേ അതിന്? എടാ അതെന്റെ അപ്പന്റെ ആണെന്നുള്ള സത്യം. പക്ഷെ ഞാൻ അവിടെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും എനിക്കതിൽ ഒരു അവകാശവും ഇല്ല. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ അപ്പന്റെ സ്വത്ത് റോഡ് പണിക്കാർക്കല്ല കൊടുക്കാറ്. ജിമിനേട്ടൻ മിണ്ടാതിരിക്കും. താമരമ്മയോട് സംസാരിക്കാൻ ജിന്നേട്ടൻ പറഞ്ഞു. ഞാനപ്പോ പറഞ്ഞു. പിന്നെ ഞങ്ങളാണ് സംസാരിക്കണേ താമരയങ്കളിനോട്? ജിന്നേട്ടന് പറയാൻ മടിയാണെങ്കിൽ താമരയങ്കളിനോട് കുക്കി പറയട്ടെ. ഞാനാ ഇതിന് എത്രയും പെട്ടെന്ന് ഒരു തീരുമാനം വേണം. ജോലി ഉണ്ടെങ്കിൽ എനിക്ക് യൂജിയായിട്ടുള്ള കല്യാണം നടക്കുള്ളൂ. മനസ്സിലായോ? എല്ലാരും ഒന്ന് നിർത്തിക്കേ. ജിന്നേട്ടൻ താമരങ്ങളോട് സംസാരിക്കാൻ നമുക്ക് ആർക്കും അവിടെ കയറി പറ്റാൻ പറ്റില്ല. അതല്ലേ ഞാനും ഇടയ്ക്ക് പോവില്ല കേട്ടോ. മനുഷ്യനെ വട്ടാക്കാൻ ഒരു കാര്യം ചെയ്യാം. നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് പോയി അങ്ങനെ കണ്ട് സംസാരിക്കാം. എന്താ? ശരിയാ, എന്റെ മുഖത്ത് നോക്കി അങ്കിളിന് നോ എന്ന് പറയാൻ പറ്റില്ല അല്ലേ? നിന്റെ മുഖം കണ്ട അങ്ങൾ ആട്ടി വിടുമെന്ന് എന്റെ പറയുന്നല്ല. അവൻ പറഞ്ഞാലും കാര്യമില്ലാന്നില്ല. നീ ചുമ്മാ എരുതിയിൽ എണ്ണ ഒഴിക്കല്ലോ ചൂടെ. എടാ എന്റെ അച്ഛന്റെ സ്വഭാവം നിങ്ങൾക്ക് ആർക്കും അറിയത്തില്ല. ജിന്നേട്ടനെ അറിയാലോ, അപ്പൊ പ്രശ്നമില്ല. ജിമിനേട്ട താമരമാവൻ ആരോടെയും സ്നേഹം ഉണ്ടെങ്കിൽ അനന്തരനായ എന്നോട് മാത്രം. അത്രയ്ക്ക് സ്നേഹം ഉണ്ടെങ്കിൽ എന്നാ നിനക്ക് തന്നെ പറഞ്ഞത് സെറ്റാക്കി കൂടെ? എന്തോ എങ്ങനെ ഒന്നുകൂടെ പറഞ്ഞു? അല്ല നീ തന്നെ പറഞ്ഞു ഒന്ന് ശരിയാക്കിയാൽ എന്നെ നൈസായിട്ട് ഒഴിവാക്കണം എന്ന് എഴുതി വെച്ചിട്ട് ഇപ്പൊ ഞാൻ ഇടപെടണോ? അല്ല എന്റെ പട്ടി ഇടപെടും. എന്നാ വേണ്ട, അങ്ങനെ കൊണ്ട് നമുക്ക് എങ്ങനെയെങ്കിലും സമ്മതിപ്പിക്കാം. പക്ഷെ ഇതിന് കുറച്ച് ട്രെയിനിങ് ഒക്കെ ഉണ്ടാവും. അതൊന്നും പിന്നെ പറ്റില്ലെന്ന് പറഞ്ഞേക്കല്ലേ. യാത്രയൊക്കെ സിമ്പിൾ അല്ലേ? അപ്പൊ കാര്യം നടക്കുമല്ലേ? യെസ്, കുക്കിനെ വിട്ടപ്പോഴേ എനിക്കറിയായിരുന്നു. പാവം, വെറുതെ അവൻ തെറ്റിദ്ധരിച്ചു. എല്ലാത്തിനുള്ള പണി ഞാൻ തരുന്നുണ്ട്. പുറത്താരെങ്കിലും വന്നിട്ടുണ്ടോ? ആരുടെയൊക്കെ ശബ്ദം കേൾക്കുന്ന പോലെ. ഒളിച്ചിരിക്കാതെ ഇറങ്ങി വാട പുറത്തേക്ക്. അയാളെ പേടിച്ച് ഇവൻ